ഇതിൽ അത്ഭുതപ്പെടുത്തുന്നത് 1:05 അറ്റാക്ക് ആരംഭിക്കുന്നു, 1:28 ആകുമ്പോഴേക്കും അറ്റാക്ക് പൂർത്തിയാകുന്നു. കേവലം 23 മിനിറ്റ് മാത്രമെടുത്ത ഓപ്പറേഷനാണ് ഈ 9 സ്ട്രൈക്കുകൾക്കും നടത്താൻ വേണ്ടി എടുത്തത്. 8 ഇടങ്ങളിൽ 9 സ്ട്രൈക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിലൊരു സ്ഥലം എന്ന് പറയുന്നത് മുസാഫറാബാദിനോട് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. 8ഉം 9ഉം ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കാം. നമുക്ക് ആദ്യം പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് തന്നെ പോകാം. പാകിസ്ഥാന്റെ അതിർത്തിയിൽ 1971 ശേഷം ഇന്ത്യ നടത്തുന്ന അറ്റാക്കാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതുവരെ പാകിസ്ഥാന്റെ മണ്ണിൽ നമ്മൾ അവിടേക്ക് പോയി ഒരു തിരിച്ചടി കൊടുക്കാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. കാരണം സിംല കരാർ ഉണ്ടായിരുന്നു. ഏറ്റവും കൗതുകകരമായ കാര്യം, സിംല കരാർ ഇന്നിപ്പോൾ ഓപ്പറേഷണൽ അല്ല. ആരാണ് സിംല കരാർ റദ്ദാക്കിയത്? പാകിസ്ഥാൻ തന്നെ സിംല കരാർ റദ്ദാക്കിയ സാഹചര്യം. അതുകൊണ്ട് തന്നെ ലൈൻ ഓഫ് കൺട്രോൾ കീപ്പ് ചെയ്യേണ്ട ഔദ്യോഗികമായ അന്തർദേശീയ പ്രഷർ ഇന്ത്യക്ക് മുന്നിലില്ല. ഇതാദ്യമായി 1971 ശേഷം നമ്മൾ പാകിസ്ഥാന്റെ ബോർഡറിനുള്ളിലേക്ക് പോകുന്നു. ഇതാ നോക്കൂ, ഫസ്റ്റ് ടാർഗറ്റ് പാകിസ്ഥാന്റെ ബോർഡറിനുള്ളിലുള്ള ആദ്യത്തെ ടാർഗറ്റ് മർക്കസ് സുബ്ഹാനുള്ള ബഹാവൽപൂരാണ്. ഈ ബഹാവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ടെറർ യൂണിവേഴ്സിറ്റിയാണ്. ജെയ്ഷെ മുഹമ്മദ് ആണ് 9/11 നമ്മൾ പറഞ്ഞതുപോലെ ഈ 26/11 അറ്റാക്ക് നമ്മൾ കണ്ടതാണ്. മുംബൈയിലെ അറ്റാക്ക് നമ്മൾ കണ്ടതാണ്. ഈ അറ്റാക്കുകൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ ഭീകരരെ ഊട്ടി വളർത്തുന്ന ടെറർ യൂണിവേഴ്സിറ്റിയാണ് ഈ 1 എന്ന് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം.